നിങ്ങൾക്ക് എന്താ കോച്ച്? ഹലോ 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 ആരാണ്? കണ്ണൻ സ്രാങ്ക്. കണ്ണൻ സ്രാങ്കോ? ആ എന്താ കണ്ണൻ സ്രാങ്ക്? നിങ്ങള് നാട്ടിലുണ്ടോ? ഇവിടെ നാട്ടിലുണ്ടോന്നോ? സിറ്റിയിലുണ്ടോ? ആരാ പിന്നെ സംസാരിക്കുന്നേ? അതല്ല, ഇവിടെ ഈ സിറ്റി, മുതുക്ക് സിറ്റിയിലെ മുതുക് സിറ്റിയിലില്ല. എന്റെ മകളെ നിങ്ങള് പ്രപ്പോസ് ചെയ്തെന്നൊക്കെ ഞാൻ കേട്ടപ്പോ നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു അർജന്റ് സിറ്റുവേഷനിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് മേലോട്ട് കൊണ്ട് തന്നേടാ. എന്റെ തോട്ടിക്കാറ മര്യാദയ്ക്ക് താഴെ കിട്ടുക. പാലത്തിന്റെ അടി, ഞാൻ പാലത്തിന്റെ അടി നിൽക്കും. പാലത്തിന്റെ അടിയിലോ ജോക്കി? ഞാൻ ഇവിടെ റിപ്പയറിന്റെ മുതുക്കില്. എടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലത്തിന്റെ അടിയിൽ ഒരു സാധനം 8,200. നീ എവിടെ വാ, നീ എവിടാണിത്? ഞാൻ മുതുക്കില് റിപ്പയർ നിൽക്കുക. മുതുക്കിന്റെ റിപ്പയറൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നീ 8,200 വാഴ. നീ ജോക്കി കോള് കട്ടിയാണ്. ഞാൻ എന്താ ഇവിടെ മുതുക്കില് റിപ്പയർ നിൽക്കുക. ജോക്കി ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ തല അറുത്തിടും. അല്ല, നീ റിപ്പയർ കഴിഞ്ഞിട്ട് 8,200 വരാൻ താഴെ. എവിടെ 8,200 മറ്റേ കൊറേ മരങ്ങൾ ഇരിക്കുന്ന കൊറേ പാല് വലിയ 8,200. ഈ ഗ്യാങ് ചിഹ്നത്തെറിച്ച് പോയ അവന്മാരെല്ലാം ഒന്ന് വിളിക്കണേ. മെസ് ബോയ്, കോച്ച്. കോച്ചല്ല, കാമക്കുടിക്ക് പിടിച്ചു കേട്ടാ. എന്ത് പറയും? ഹലോ പാലത്തിന്റെ അടിയിലോട്ട് വിളിച്ചു നോക്കി. എല്ലാരും ഒന്ന് വന്നേ. ജോക്കി എവിടെ? ഹലോ, നിങ്ങൾ വെടിവെക്കാൻ തോക്കിന്റെ വെടിവെച്ച് നിങ്ങളെ ഗ്യാങ് എടുത്തേ. നിങ്ങൾ എന്തോ പിന്നെ പെമ്പിളാറുടെ കിടന്ന് വഴുതി കളിക്കുന്ന എന്തോ? പാലത്തിന്റെ അടിയിൽ എന്താ പരിപാടി? പാലത്തിന്റെ അടി കുട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് കണ്ണാപ്പിയും നമ്മുടെ ടീം, കണ്ണാപ്പിയും ബോബോയും നമ്മുടെ മാമനൊക്കെയാണ് നമ്മുടെ ടീം. അതിശക്തിയായി ഗ്യാങ്ങിൽ ഇത്രയും എംബോക്കികൾ പാലത്തിന്റെ അടിയിൽ പെൺപിള്ളാരുമായി നിന്ന് ഉത്സുന്നു ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല. നാറി പൊഴുത്തിരിക്കുന്ന മുഖം നോക്കി നോക്കിയടാ. ജോക്കി ഏപ്രിൽ 1-ാം തീയതി ജോക്കി നമുക്ക് വരാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ടാക്കിയത്. വാണത്തലയന്മാരെ മാമ കണ്ണാപ്പി. കണ്ണാപ്പി നിങ്ങൾ വിട്ടുപോലോ. അതുകൊണ്ടല്ലേ ജോക്കി അതുകൊണ്ടല്ലേ നമുക്ക് ജോക്കിക്ക് അറിയാവുന്ന പെൺകുട്ടികളെ മാത്രം വിളിച്ചതാ. ജോക്കി മറ്റേ PA ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച ആ കൊച്ചിനെ വിളിച്ചു. പിന്നെ അങ്ങനെ നമ്മുടെ ഈ ഇതിനകത്തുള്ള, അതായത് ഇവന്മാരുടെ ഒക്കെ ഭാര്യ പെണ്ണുള്ള നമുക്ക് ആരുമില്ല എന്ന് പറയുന്നേ. കുട്ടി അഭിനയിക്കാൻ വന്നിട്ട് കത്ത് കിടക്കണം. എല്ലാരും പോയി ഇവിടെ വെച്ചിട്ട് ഇവിടെ മുണ്ടിട്ട് മറിക്കാറ്.
കഴിവറ നിനക്ക് ഞാൻ തരാ വേണം നിനക്ക് ഞാൻ തരാം നിനക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ വേണ്ടി ഞാൻ ഓടി പലേറ്റലോട്ട് വരുന്ന സമയത്താണ് ഇത് സംഭവിക്കണം. നമ്മൾ ഡൈവേർട്ട് ചെയ്തില്ലേ വിജയതാ ഈ നിനക്കൊക്കെ ഈ പാര വെക്കുന്നതിനുള്ളത് ഞാൻ തരുവേ ഉള്ളത് ഞാൻ പറയാം. എടാ എന്റെ കറണ്ട് പോയി കേട്ടോ. അന്നേരം കിട്ടിയെന്നു ജോക്കി പറ. പക്ഷെ നമ്മുടെ ഗ്യാങ്ങിലുണ്ടല്ലോ 4 പേരുണ്ടല്ലോ, ഈ 4 പേര് SRK, കണ്ണാപ്പി, മാമൻ, ബോബോയ്. ബോബോയ് ഇവന്മാർക്ക് തൊട്ട് ഗ്യാങ്ങിനെ ഞാൻ ഇതെന്താണത് ആരടുത്ത് സംസാരിക്കണേ എടാ ഈ SRK, കണ്ണാപ്പി, ബോബോയ് ഇവരൊക്കെ ഉണ്ടല്ലോ ഗ്യാങ്ങിന് വേണ്ടി അഹോരാത്രം നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാ. അല്ലെങ്കിൽ ഗ്യാങ്ങിൽ ഇത്ര വേട്ടാവളിയന്മാരെ പെൺപിള്ളാരോട് ഇത്ര ഒരു കീഴിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് അറിയിക്കാൻ തോന്നുന്നു ഇല്ല. ജോക്കി ഞാൻ കാര്യം പറയട്ടെ, ഈ ഇങ്ങനെ നടന്നിട്ട് പഞ്ചാമൃതം പട്ടത്തിയുടെ തമ്മിൽ തിരിച്ചറിയാതായ അല്ലല്ല ഞാൻ പറയാണ്, ഞാൻ ഇപ്പൊ ഗ്യാങ്ങിൽ ആര് നല്ലത് ചെയ്താലും കഴിഞ്ഞാലും നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ വാസു. എന്റെ പൊന്ന് ജോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ദേ വലത്ത് നിന്ന് ഒന്നാമത്തെ ഈ പച്ചമുടി ഇട്ടത് ഇന്നേ വരെ ഒരു ഉപകാരം ഈ ഗ്യാങ്ങിനുണ്ടായിട്ടില്ല. അടിയും വഴക്കും പെണ്ണ് പിടിയും എല്ലാം ആയിട്ട് നടക്കണം. പിന്നെ രണ്ടാമത്തെ ഇവന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത പോലത്തെ ബോന്തയും ടി വി കയറുന്നതിന് മുമ്പ് 50,000 മറ്റേ വിഷമ വീഡിയോയോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ റിക്രൂട്ട് ചെയ്തതിനു ശേഷം ഗ്യാങ്ങിലും കണ്ടിട്ടില്ല, വെളിയിലും കണ്ടിട്ടില്ല. പിന്നെ അടുത്ത് വരണം എല്ലാ ആഴ്ചയിലും മിനിമം 3 കംബാക്ക് പുള്ളിയുടെ ഒരു പോളിസിയാണ്. ജന്മനാ തൊട്ടേ പുള്ളിക്ക് കംബാക്ക് അടിക്കുന്നതിൽ ഭയങ്കര കാര്യമാണ്. ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കി ഒരു RP വരെ തന്നിട്ടാണ് റഷ്യക്ക് പോയത്. എന്നിട്ട് നേരെ തിരിച്ചു പോയത്. പിന്നെ വന്ന് സീറ്റ് ചെയ്താൽ ഇവിടെ വന്ന് ഇപ്പൊ പുള്ളി പറയണത് ഇപ്പൊ ഇവിടെ വീണ്ടും അപ്പഴേ പറഞ്ഞ് വാസു അത്രയും ക്ലീൻ ആണ്, ഒരു പരിപാടിക്ക് നിന്നെ ആരെങ്കിലും പിടിച്ചിങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നോടാ എക്സിറ്റ് അടിച്ച്. പിന്നെ ഏറ്റവും അവസാനത്തെ ജോക്കി പറ്റപ്പുള്ളി ആരണ്ട തള്ളക്ക് വിളിച്ച് 14 ദിവസത്തെ ബാനും കിട്ടി. മോനെ ഇങ്ങോട്ടൊന്ന് വന്നോളൂ, ഇങ്ങോട്ടൊന്ന് വന്നോളൂ, സംസാരിച്ചാണോ? എല്ലാവർക്കും സുഖം. ഞാനേ ഒരു കാര്യം പറയട്ടെ, നീ ഞരമ്പേ ഓടുന്ന സമയത്ത് ഞാൻ വരമ്പേ ഓടി തുടങ്ങിയതാ. അത് അങ്ങനെയല്ലല്ലോ, നീ വരമ്പി തൂർന്ന സമയത്ത് ഞാൻ പാളം തൂർ തുടങ്ങി, അങ്ങനെ എന്തല്ലേ? അത് ഞാൻ അന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ ഇങ്ങനെ പറയുന്നതാ, നീ ഇടയ്ക്ക് അപ്പം മോനെ ഞാൻ കാര്യം പറയട്ടെ, ഈ പരിപാടിയൊക്കെ കൊള്ളാം, ഈ പുറത്തുള്ള സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചെന്ന് വെച്ചാൽ വിശ്വസിച്ചില്ല. പക്ഷെ നിന്നെ കുറിച്ചൊരു അപവാദം പറഞ്ഞ സമയത്ത് ഞാൻ അത് പറഞ്ഞു, വാസു അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ജോക്കിക്ക് ഇപ്പോഴും ഏപ്രിൽ ഫുൾ ആണെന്ന് വിശ്വാസമായില്ല മോനെ. നീ പറഞ്ഞ പിന്നെ ഞാൻ വിശ്വസിക്കായിരിക്കുമോ? ഞാൻ എടുത്ത് വളർത്തിയല്ലേ നിന്നെ. ജോക്കിയുടെ കയ്യില് കത്തി എന്തെങ്കിലും ഉണ്ടോ? കുത്താനാണോ മോനെ? അല്ലല്ല, ജോക്കിയുടെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മുറിയുന്ന എന്തെങ്കിലും ആയുധങ്ങളുണ്ടോ? മുറിയുന്ന തോക്കുണ്ട്. തോക്ക് വെച്ച് പറ്റുമെന്ന് അറിയില്ല, എന്നാലും ജോക്കി ട്രൈ ചെയ്ത് നോക്ക്. എന്റെ നെഞ്ചിന്റെ സൈഡ് നോക്കി വെടി വെക്ക് ജോക്കി, എന്നിട്ട് അത് പൊളത്തി നോക്കാൻ പറ്റുമെങ്കിൽ ജോക്കി നോക്ക്. അതിനകത്ത് ഇപ്പഴും ജോക്കിയെ കാണാം, ഇപ്പഴും ജോക്കിയെ കാണാം അതിനകത്ത്. വലത്തെ സൈഡ് നോക്കണം, ഇടത്തെ നോക്കരുത്. അല്ലേ എടാ ഞാനൊരു കാര്യം പറയട്ടെ, മോനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നീ ഞാൻ കാര്യം നീ കൊറേ നാളായിട്ട് സിറ്റിക്കകത്ത് ഈ ദർശന എന്ന് പറഞ്ഞിട്ട് എന്ത് വാറിന് പോന്നു? അല്ലല്ല, ഞാൻ എപ്പോഴും എന്തിനും റെഡിയാക്കി ജോക്കി, ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട്. ഏതൊരു സെക്കൻഡ് മോനെ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോനെ ആരെയും ഇഷ്ടമാണ്? ഇല്ല ജോക്കി, ഇല്ല ആരുമില്ല. ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ല നടത്തി തരാന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ ഫുൾ എന്ന് പറഞ്ഞ വായ തുപ്പി തരാനാ. പറയടാ കുട്ടാ അങ്ങോട്ട്. പറ ജോക്കി. ഇല്ല എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല, അങ്ങനെ ഒരു ഇഷ്ടമേ അല്ല. എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയത്തില്ലേ ജോക്കി എടുത്ത്. അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പരിപാടിയല്ലോ ഉണ്ട്. ഇത് പരിപാടിയൊന്നുമില്ല. പരിപാടിയൊന്നുമില്ല. ഇല്ലല്ല, വേറെ ഒരു പരിപാടി ഇല്ല. ആ ദർശനം കൊണ്ടിട്ടേ നമുക്ക്
മറ്റേ മലയുടെ മോളി വരുന്ന പോയത്. അയ്യോ ദർശനോട് മലയാളം മുകളിൽ പോകുന്നതിന് മുമ്പ് അവന്മാർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു കണ്ണാപ്പിക്കും മാമനും. അത് കഴിഞ്ഞിട്ട് എടാ ബോബോയ് കണ്ണാപ്പി മാമൻ നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ. ഹലോ ചെവിയൊക്കെ അവന്മാർക്ക്. റെസ്പോണ്ട് ചെയ്തിട്ടേ ആ ഇങ്ങോട്ട് വാ ഇതില്ല നമ്മളെ വെറുതെ കൊണ്ടുപോയി പണിക്കാനുള്ള പരിപാടിയാണ്. എനിക്കറിയാലോ. ആ പറയടാ നിനക്കൊക്കെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ. പിന്നെ ഇവൻ വിളിച്ചിട്ട് ബോബ വിളിച്ചിട്ട് പേരെടുക്കാൻ പോലെ അർജന്റ് ആണെന്ന് പറഞ്ഞ്. അങ്ങനെയാണെന്നല്ലേ കാര്യങ്ങള്. എടാ പക്ഷെ ഉണ്ടല്ലോ ഞാന് ജോക്കി അങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യാൻ പോലും അത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എടാ നീയൊക്കെ ഒരു അർജന്റ് കാര്യം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോലും ഞാൻ അതിന്റെ ഇടയ്ക്കൂടെ വരാൻ കാണിച്ച മനസ്സില്ലടാ. അത് BGM ഇട്ട് ഇറക്കിയേ പറ്റുള്ളത്. വണ്ടി ഇതാരടാ ഈ മീശ വെച്ച് സ്നൈപ്പാണിത്. എന്താടാ സ്നൈപ്പ് ചെയ്ത് വീരപ്പൻ ആ പറ ജോക്കി എന്ത് പറഞ്ഞേ. അല്ല ഞാൻ 100 വട്ടം ഇവന്മാരുടെ പറഞ്ഞേ നീ പെണ്ണിന്റെ പുറകെയൊന്നും പോകത്തില്ല അങ്ങനല്ല. എടാ കണ്ണാപ്പി ബോബി നിന്നെയൊക്കെ കാണാൻ വേണ്ടിട്ട് കുറെ നാളായില്ലേ. എടാ ബ്രഹ്മചാരി പുണ്ട എന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയും നിന്നെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം പറഞ്ഞേട്ടാ. ഇങ്ങോട്ട് പറഞ്ഞേ മോൻ. ഇതെങ്ങനെ ഇതൊരു മിനിറ്റ് എണീറ്റ് വരാനാന്നോ? ഞാൻ എണീക്കാം. പറയാം ഞാൻ ഇത് നിന്നെ എങ്ങനെ ഗ്യാങ്ങിന് ഒരു ഉപയോഗവും ഇല്ല. 4-5 വർഷം അതിനകത്ത് കേറി നിൽക്കുക, കോട്ട് ഇടുക, വെള്ള ടീഷർട്ട് ഇടുക, വരിക, പോവുക. വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സീസണലായിട്ടൊരു പ്രേമം. അത് കഴിഞ്ഞ് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം പിന്നെ ബ്രേക്ക്. കംബാക്കിന്റെ രാജാവ്. നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്, നമ്മൾ എന്തെങ്കിലും ചെയ്തോട്ടെ. ഗ്യാങ്ങിന് ഉപകാരം ചെയ്യുന്നവരെ കൂടെ ബുദ്ധിമുട്ടിക്കരുത്. ആ ചെറുക്കനാണ് പെണ്ണിനെ കുറിച്ച് മനസ്സിൽ പോലും ഒരു ചിന്തയില്ല. നിന്നെ കാണുമ്പോഴാണ് ഈ ചിന്തകൾ മൊത്തം. നിന്നെ കാണുമ്പോ കണ്ണാപ്പി കേക്കോ 4.5 വർഷമായിട്ട് ഒടുക്ക കംബാക്ക് അടിച്ച ഒരാളാണ് ഈ ഡയലോഗ് അടിക്കണേ. ഞാൻ ഒറ്റ അത് പോട്ടെ. 4.5 വർഷമായിട്ട് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞിരുന്ന മനുഷ്യ. നിനക്ക് ഈ ഇടയായിട്ട് ഭയങ്കര ഇതാണല്ലോ നിനക്ക്. എന്താ ജോക്കി ഒന്നുമില്ല, പിന്നെ സംസാരിക്കാതെ കാര്യം പറയട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് നടത്തണ്ടേ ജോക്കി? ഞാൻ അതോടെ എന്ത് പറയാം ജോക്കി. നമ്മളൊരു ഇവന്റ് നടത്താൻ പോവാണ്. സെക്കൻഡ് ഒരു കോള് വന്നു. ഹലോ ദർശനം ചോദിക്കണേ നിക്കണോ? പൊക്കോളം പറ ഇവിടെ പ്രശ്നം. എന്താടാ? അല്ല എനിക്ക് വരുന്ന പേഴ്സണൽ കോൾസ് എല്ലാം നിനക്ക് സ്പീക്കർ ഇട്ട് നിന്നെ കേൾപ്പിക്കാൻ നീ ആരാടാ? ആ ഓക്കെ ജോക്കി, നമ്മുടെ ഒരു ഇവന്റ് നമ്മളൊരു പുറലോകത്തൊരു ഇവന്റ് നടത്താൻ പോണേ ജോക്കി. ഇവന്റ് എന്ന് പറഞ്ഞാൽ PUBG PC നമ്മുടെ എക്സലാൻഡിസിലുള്ള ഈച്ച് ആൻഡ് എവറി ഗ്യാങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സലാൻഡിസ് ആയിട്ടൊരു കൊളാബ്. അകത്ത് നമുക്ക് അല്ലാതെ ഒരെണ്ണം ചെയ്യാം. അത് രായൻ സെറ്റ് ആക്കുന്നുണ്ട്. നമ്മള് എല്ലാരും PUBG PC എല്ലാ ഗാങ്സിൽ നിന്നും മാക്സിമം 1-2 ടീം എന്നുള്ള രീതിയിൽ നമുക്കൊരു കിടിലൻ പരിപാടി നടത്തണം. ഇല്ല കളിക്കാൻ അറിയാവുന്ന ആൾക്കാരെ മാത്രം, നല്ല ബെസ്റ്റ് ഓഫ് ദ ടീം. അപ്പൊ അതിന്റെ പോസ്റ്റർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ അല്ലെ മറ്റന്നാളെ നമുക്ക് സിറ്റിയിൽ എല്ലാവർക്കും കൊടുക്കാം. വേല മതിയായിരുന്നു. വേല നടത്തണോടാ, ഒത്തിരി സമയം വേണം.
ലാവ നടത്താൻ ഒറ്റ ടൈം 2 പേരുടെ പറ്റുള്ളൂ. പക്ഷെ പബ്ജി PC ആണെങ്കിൽ നമുക്ക് ഒരേ സമയം 18 ടീമിന്റെ സ്പെക്ക് ചെയ്യാം. മനസ്സിലായ? 18 ടീമിന്റെ മാച്ച് ഒറ്റയടിക്കാൻ കഴിയും. നമുക്കൊരു മാക്സിമം പോയ ഒരു ദിവസം ഒരു 3 മാച്ച് എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് 2 ദിവസം കൊണ്ട് ടൂർണമെന്റ് തീർക്കാം. ഒരുപാട് നീണ്ടുപോകില്ല. വാലോ ഇങ്ങനെ സ്പെക്ക് ചെയ്ത് നീണ്ടുപോകും. അത് കഴിയുമ്പോൾ സിറ്റിയിൽ ഒരു ഇവന്റ് കൂടെ നടത്തണം നമുക്ക്. മനസ്സിലായോ? സിറ്റിയിൽ നല്ലൊരു ഇവന്റ് നടത്തണം, ഒരു PvP ഇവന്റ്. അപ്പൊ ഇതാരും ഇത് ഏവലല്ലേ കൂടെ നാട്ടണവാ? സോളോ അല്ല. ഇവനോട് പോയടാ, അവൻ പോയോ? ഇല്ല ജോഗി, ഞാൻ ഇവിടെ സംസാരിക്കായിരുന്നു. എത്രയാണ് എന്താടാ? എന്തോ കേട്ടില്ല. പ്രൈസ് പൂള് 10 lakhs നിന്റെ കൊടുക്കണ്ട 10 ലക്ഷം രൂപ. അപ്പൊ പിന്നെ അത്രയും വലിയ ഡയലോഗ് അടിക്കല്ല. എന്നാലും ഞാനൊരു നല്ല ഫിഗർ കൊടുത്തോളാം എന്റെ സൈഡിൽ നിന്ന്. നിന്നെയൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ടൂർണമെന്റ് ആകുമ്പോ അനൗൺസ് ചെയ്തോളാം. മനസ്സിലായ? നല്ലൊരു പരിപാടിയാണ്. ടീം കാണൂടാ. ബോബോയി മാമന് നമ്മുടെ കഴിവ് പുറത്തടിക്കാൻ ജോഗി എവിടെയാണ് ലിവിങ് എന്ന്? അതെ ഞങ്ങള് വെളി തീരുമാനിച്ചോളാം. നിനക്കല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. ഉദ്ദേശിച്ചതേ ഇവിടെ പുറത്തല്ല, അകത്ത് നമുക്ക് ഒരു സാധനം. ഐ ആം സോറി. യു ഓൾസോ ഹാപ്പി ബിസിനസിനെ തിരക്കാനോടാ കുട്ടാ. ജോഗി എനിക്കിതെല്ലാം കൂടെ ഒറ്റയ്ക്ക് പറ്റണല്ലോ ജോഗി. സത്യം പറഞ്ഞ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഏറ്റെടുക്ക്. ഇത് 24 മണിക്കൂർ ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം. പെടങ്ങല്ലേ നമ്മൾ ഏറ്റെടുക്കാം. ഞാൻ സ്പ്ലിറ്റ് ചെയ്യാം. നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. യോഗിക്ക് വൈകുന്നേരം ആവുമ്പോ ഒരു കട്ടൻ ചായ എടുത്ത് മറ്റേ KVL അപ്പാപ്പനെ വിളിച്ച് കടത്തിരുത്ത് സംസാരിക്കല്ലേ. നമുക്ക് അകത്തെ വാസു, നമുക്ക് അകത്തൊരു സാധനം. അത് ജോക്കി പറ. ജോക്കിക്ക് ഒരു വിഷമമുണ്ടാ. ജോക്കി കുറച്ച് നാളായിട്ട് പറയാണ്, ജോക്കിക്ക് വന്നപ്പോ തൊട്ട് പറയാണ്, നമ്മൾ പണ്ട് ഫാഷൻ ഷോയും മറ്റേ ഇതുമൊക്കെ ചെയ്തതുപോലെ ഗ്യാങ് എല്ലാം കൂടെ ഇൻവോൾവ് ആയിട്ട് ഒരു RP നമ്മള് ചെയ്തിട്ട് കുറെ നാളായി. സത്യമാണ്. നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്യണം ജോക്കിക്ക് കുറെ നാളത്തെ ഒരു ആഗ്രഹം, കുറച്ച് ദിവസമായിട്ട് ഒരു ആഗ്രഹം ജോക്കിക്ക്. അങ്ങനത്തെ ഒരു സാധനത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇവർക്ക് കലാപരമായിട്ടൊരു കഴിവൊന്നും ഇല്ലല്ലേ നിങ്ങൾക്ക്? അതെ കലാപരമായിട്ട് ആർക്കൊരു കഴിവില്ല. നമ്മുടെ എല്ലാവരും ഡ്രസ് നോക്കിയാ മനസ്സിലാവണ്ട. ആരെങ്കിലും സമയം കിട്ടുമ്പോ മറ്റേ കോഴിക്കച്ചവടക്കാരനെ ടിവിയുടെ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു 10,000 രൂപ മേടിച്ചിട്ട് പോയത്. എന്തൊക്കെയോ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞേട്ടാ. അതൊക്കെ കൊണ്ടുപോയി. പുള്ളിയുടെ ഒരു വിവരമില്ല. അത് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കണേ. ജോക്കി അതിന്റെ ഇൻട്രോയും ജോക്കി അതിന്റെ സെറ്റപ്പും ഒക്കെ ഒന്ന് കാണണമായിരുന്നു. ജോക്കി എത്ര രൂപയ്ക്ക് മേടിച്ചാന്നറിയോ അത്? അവൻ ആ കോഴിയുടെ പുറകെ പോയി നമ്മള് മൂഞ്ചി. TV അവാർഡ്സ് പക്ഷെ ഇപ്പൊ വേണ്ട. ഇപ്പൊ പേഴ്സണൽ കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ കൊറേ പുതിയ മെമ്പേഴ്സ് എല്ലാരും ഉള്ളത് കൊണ്ട് ഇപ്പൊ ജോഗി ഫാഷൻ ഷോ വേണം 2.0 വെക്കാം. പൂരം പെൻഡിങ് ആണ്. പൂരം ബ്രോ നമ്മളെ പറയാം, പൂരത്തിന് കൊറേ റിസ്ക് എലമെന്റ് ഉണ്ട്. അതാ പ്രശ്നം. അത് പക്ഷെ ഭയങ്കര ഇതാണ് മനസ്സിലായിരുന്ന. അതൊരു CID മൂസ പോലെയാണ് അത്. എന്താ അതെന്താ CID മൂസ പോലെ? മനസ്സിലായോ? അത് ഭയങ്കര അങ്ങനെ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഓറെ നിക്കുന്ന സാധനം വീണ്ടും ഒന്ന് കളയണ്ടാന്ന്. അങ്ങനെ കളയേണ്ടതല്ല, നമുക്ക് ചെയ്യാം, വീണ്ടും ചെയ്യാന്ന്. ഓക്കെ. അങ്ങനെ അപ്പൊ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ച് ഇതാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ സെറ്റപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറ. സ്റ്റാൻഡപ്പ് കോമഡി
ഫൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ആകും. ഫുഡൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ സാധനം കാര്യം ചെയ്യാം. നീ ഇങ്ങോട്ട് നിന്നിട്ട് നമ്മളെ ഒരു മിനിറ്റ് ചിരിപ്പിച്ചേ. എനിക്ക് ചിരിപ്പിക്കാൻ അറിഞ്ഞൂടാ. എടാ എന്തേ ഞാൻ പറയുമ്പോ അറിഞ്ഞൂടാന്ന് പറഞ്ഞില്ല. മോളത്തെ പോലെ ഇരിക്കുകയാണ്. ആയി നോക്കി. സത്യടിയാ എന്താടിയാ ഇത്? അതാ പിന്നെ മോബി ചെയ്യടാ. മൊബൈൽ ചെയ്തു. അല്ല ഏബിൾ ചെയ്യട്ടെ. ഞാൻ ഇന്റർവേർട്ട് ആണ്. എനിക്ക് എന്തുവാടാ നമ്മുടെ ഗ്യാങ് ഇത് ഇങ്ങനെ. ഞാൻ കണ്ണാപ്പി പോവുകയും കൂടെ ഒരു സാധനം കാണിക്കും. ഇലക്ഷൻ കാണിക്കാൻ ഇലക്ഷൻ ചെയ്യാൻ പറ്റൂടാ നമുക്ക്. ഇലക്ഷൻ ഇവിടെ സിറ്റിയില് നമ്മളിപ്പോ വോട്ട് ചെയ്യാനാണെങ്കിൽ തന്നെ എന്ത് ഇത് വെക്കും. മാസം ഒഴുകിപ്പോയടാ പൊന്നെ. അല്ലല്ല ഇവിടെ കൊറേ സജഷൻസ് പറയണ ചോദിക്കും. ഞാൻ അതെല്ലാം ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇലക്ഷൻ പറയണം. ഇലക്ഷൻ നടത്തി നമ്മൾ എങ്ങനെ നടത്തും ഇലക്ഷൻ ചോദിക്കി? അതെ 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 അതാ പറഞ്ഞേ. പിന്നെ പാർട്ടിക്കാർ വീട്ടിൽ കയറി വെട്ടും. കാര്യം പറയട്ടെ, നമുക്ക് പുറത്തേ നമുക്ക് ഒരു ക്രിക്കറ്റ് കൊണ്ട് വെക്കണം. പുറത്ത് ക്രിക്കറ്റ് മാച്ചാ ജോക്കി ഒരെണ്ണം വെച്ച് ജോക്കി ഡക്കിന് പോണ വീഡിയോ എത്ര വർഷം ഓടിയെന്ന് അറിയാം. എപ്പോഴും ആൾക്കാർ ഞാൻ അടുത്ത കളി ഞാൻ 10-28 റൺ അടിച്ചു. 28 റൺ അടിച്ചില്ല. ടീമിന് മൊത്തം 26 റണ്ണേ ഉള്ളായിരുന്നു. നമ്മുടെ ടീമിൽ നമ്മളൊരു ടീമിലല്ലേ കളിച്ചത്. 28 റൺ അടിച്ചത് ആകെ 26 റൺ ജയിക്കാം. സ്റ്റാൻഡപ്പ് കോമഡി ഒരു മിനിറ്റ് എന്താ സ്റ്റാൻഡപ്പ് കോമഡി ആണോ? ഒരു മിനിറ്റ് ചിരിപ്പിക്കണം. സ്റ്റാൻഡപ്പ് കോമഡി നമ്മളെ ചിരിപ്പിക്കണം. ചിരിച്ചില്ലെങ്കിൽ മാമ നിന്നെ തല്ലുമായിരുന്നു. മറ്റേ ജോക്കി നമ്മുടെ ലവനൊക്കെ വെക്കത്തില്ലേ ജോക്കി? എന്താ ഡ്രീമേഴ്സ് മറ്റേ ലവന്മാര് 1 മിനിറ്റ് സമയം കൊടുത്തിട്ട് ചിരിപ്പിക്കാൻ. ആ സാധനം വെച്ചാ അത് കൊള്ളാല്ലേ? അത് പറഞ്ഞത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ട്രയൽ ആയത്. നോക്കാണ് മാമന്റെ ഐഡിയാണ്. ടൈമർ സ്റ്റാർട്ട് ചെയ്യണോ? ടൈമർ എടുക്കണോ? അഞ്ച് സെക്കൻഡ് ചിരിക്കും. അതല്ലേ ക്രിസ്റ്റ്. തുടക്കാവാ. ഇല്ല 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 ഒരു ട്രയലാണ്. ട്രയലാണ്. എല്ലാ ഇതിലും കറക്കാൻ പറ്റില്ലല്ലോ. ഓ എന്നാലെടാ ഒരെണ്ണോടെ നമുക്ക് ചിരി വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ ഉണ്ടെന്ന് വിശ്വസിച്ചല്ല നമുക്കത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എടാ മെസ്ബോയ് ഞാൻ കാര്യം പറയട്ടെ. ഇവന്റ് നടത്തുന്ന സമയത്ത് നീ എല്ലാത്തിനും ഇവിടെ മാറിയിരിക്കണ എല്ലാത്തിനും ഞാൻ ഇറക്കി കളിപ്പിക്കും. ഒരു സംശയമില്ല. ഇവള് സോറിയെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഞാൻ വന്ന് ശല്യപ്പെടുത്തില്ല. സീരിയല് മാറി ഞാൻ മെഗാ സീരിയലിലോട്ട് വന്ന് കേറിയത് കേട്ടാ. താങ്ക് യു വെച്ചാലോ. നമ്മുടെ ചെറുക്കനെ കണ്ടോടാ. നിങ്ങൾ ആരെയും കാണുന്നുണ്ടോ? പറ്റും. മുന്നേ ഹലോ ഹലോ കൂട്ടം കൂടി സംസാരിക്കുമ്പോ ഫോൺ നോക്കുന്നത് ശരിയല്ലേ? എന്താ കേട്ടില്ല. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. നീ രാവിലെ എണ്ണീറ്റ് 12 മണിക്ക് എണ്ണീറ്റ് വന്ന് ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോ മൃഷ്ടാംഗം ചിക്കനും മട്ടനും കറിയെല്ലാം ഡെയിലി തരുന്നില്ലേ? അതെങ്ങനെയാണെന്ന് വല്ലതും അറിയാവോ? വൈകുന്നേരം 7 മണിയാകുമ്പോ പെണ്ണ് പിടിക്കാൻ പോകാറില്ലേ? അപ്പൊ വണ്ടിക്കകത്ത് ഫ്യൂൽ അടിച്ച് അവിടെ എടുത്തോണ്ട് പോകാറില്ലേ? അതെങ്ങനെയാണെന്ന് അറിയാവോ? നീ ഭയങ്കര ട്രെൻഡി കേട്ടോ, ബാഗി ജീൻസ് ഒക്കെ. അപ്പൊ ഇതെല്ലാം ഞാൻ ഈ പണിയെടുക്കുന്നതിന് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നതിനാണ് ഈ ഇതല്ല. അപ്പൊ അതിന്റെ ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞാല് നാളെ തൊട്ട് കഞ്ഞിയും പയറും കുടിക്കേണ്ടി വരും. മട്ടനും ചിക്കനും പയറും. പറഞ്ഞോക്കി നീ ഭയങ്കര ട്രെൻഡി ആയില്ലേ ബാഗി ജീൻസ് ഒക്കെ? ജോക്കി ഇത് ഒരു 8 ദിവസം മുമ്പേ ജോക്കി എടുത്ത് പറഞ്ഞു. പണ്ടാണ് പെൻസിൽ ഫിറ്റ് കിട്ടാണെന്ന്. ബലൂൺ ഫിറ്റ് കിട്ടാനാണ്. പെൻസിൽ ഫിറ്റ് ബലൂൺ ഫിറ്റ് ഒരു കുറിയൊക്കെ ഉണ്ടായിരുന്നു.
എടാ ആരുടെ കയ്യിൽ വെള്ളം ഉണ്ടോടാ? വെള്ളമാണ്. ഉണ്ട് മതി അണ്ണാ. മദ്യം വേണ്ട, സാറിന് കുടിക്കുന്ന വെള്ളം. ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കിട്ടിയില്ല ആ കിട്ടി. റമ്മാൻ കോക്ക് ഉണ്ട്. എന്താ റമ്മാൻ കോക്ക്. കോക്ക് പ്രിപ്പയർ ചെയ്യാൻ പോയാണോ? പ്രിപ്പയർ ചെയ്യാൻ പോയതാണോ? ആണോ? ചിരിക്കല്ലേ നമ്മുടെ കണ്ണാപ്പി നമ്മുടെ അവിടെ ചിരിച്ചിട്ട് ചിരിക്കല്ലേ കൂവിക്കോളണേ. അമ്മനാണോ? എടാ ഈ വെള്ളം കുടിച്ചാ കേറൂല്ലേടാ ഇത്? ഏത് എടാ ഇവിടെ ഭയങ്കര cappuccino കുടിക്കണം. ആ വെള്ളം ഞാൻ സാധനം തരാം. ഇല്ല അത് കേറും Guys, ദേ 3 എണ്ണം കുടിച്ച്. ഇതൊന്ന് കുടിച്ചോ കണ്ണാ. ഏയ് ഇത് തന്നെ ജങ്ക് എനർജി. ഇത് 4 എണ്ണം കുടിച്ചിട്ട് കേറിയില്ല ഇതുവരെ. 4 എണ്ണം കുടിച്ച് ഞാൻ. ആണല്ലേ? ക്യാപ്ചീനോ മതിയല്ലോ ഒരെണ്ണം. അപ്പൊ അത് മാറ്റിയണ്ണ വെള്ളമായിട്ട് മാറ്റിയത്. ക്യാപ്ചീനോ ഒരെണ്ണം കുടിച്ചു. കാപ്പിച്ചീനോ കുടിക്കണം അണ്ണൻ. ഇത് കണ്ടോ? ഹാഫ് ആവുന്നല്ലേ? ഈ പി എൽ ആണോ? എപ്പോഴും മുന്നിൽ എന്തൊക്കെയോ ഇട്ട് വരുന്ന കേട്ടാ. You can't open inventory right now. സൈഡ് ബാക്കി അണ്ണു ഗ്യാപ്പില് അണ്ണു 50 വട്ടം അടിച്ചിട്ടാണ്. അത് ഓൾറെഡി ഫുൾ ആയി കേട്ടാ. പിങ് ആണെന്ന് തോന്നണം. ഫോണുമായിട്ട് പിടിച്ച് പോയത് കണ്ടോ അവസരണോ? ആ പറയടാ. കാണാതെ അണ്ണു ഇതൊക്കെ ഫോണൊക്കെയായിട്ട് പിടിച്ച് പോയത് കണ്ടോ? അതേ മറിഞ്ഞ കേട്ടോ ആള്. ആ ഞാൻ കത്തിയെന്ന് തോന്നട്ടാ. ഞാൻ കത്തി. 25 പേരില് ഇപ്പൊ വെള്ളം കുടിച്ചത്. എടാ ഞാൻ കത്തില്ലോ. എടാ നമുക്കൊരു ചലഞ്ച് വെച്ചാലോ അണ്ണ? ഇപ്പം ആ പറ. കത്തുന്ന മണ്ടൻ. ആദ്യം കത്തുന്ന മണ്ടന. നീ സ്ഥിരം ഇതല്ലല്ലോ അളിയാ പറയണ. സാലല്ല അണ്ണ ഉള്ളോണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇല്ലെങ്കിൽ ആദ്യം കത്തുന്ന മണ്ടനെ അണ്ണ. ആ ഓക്കെ. ആരാ കത്തുന്നത്? സ്ഥിരം പറയരുത് വേറൊരു വാർത്തയാച്ചേ. അതെ അത് പോയി. എന്താ ആദ്യം കത്തുന്നത് എന്താന്ന് പറഞ്ഞേ? അണ്ണാ ആദ്യം കത്തുന്ന മണ്ടൻ. ജോക്കി കത്തിയിട്ട് ഡിസ്കോഡ് ഇരിക്കുന്ന ആരും ചെല്ലണേ. 41 പിയല്ലോ. ഓണം പിടിച്ചു പോയ മനുഷ്യൻ 45 ഗൈസ്. ഞാൻ കത്തുവോ ആദ്യം? ലെക്സ് പോയി. അണ്ണ SRK മണ്ടൻ എന്റെ ആരും ഞാൻ കത്തില്ല. കത്തുന്നവരാണ് എന്തോ പറയാൻ പറഞ്ഞിട്ട് അടുത്ത കത്തുന്നത് തിരുവരെ കേട്ട്. വേറെ ഒന്നും ഞാൻ കേട്ടില്ല. എന്തോ പറഞ്ഞത് എനിക്ക് ഒരു പിടുത്തോ കിട്ടിയില്ല ഏട്ടാ. തിരുവട്ടനാണോ പറഞ്ഞേ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാ VC-യിൽ. ഐഡിയ ഉണ്ട്. വെയിറ്റ് ചെയ്യും. ഫുള്ള് റോക്ക് സൂട്ടിലാണല്ലോ. അല്ലെങ്കിൽ ഇത് സ്ട്രീം ചെയ്തെങ്കിലും കാണിക്കായിരുന്നു കേട്ടാ. കഷ്ടപ്പെട്ട് സ്ട്രീം വേണ്ട നമ്മള് കണ്ട് എടാ നിങ്ങളെല്ലാരും കത്തിയോ? നിങ്ങളെല്ലാം കത്തിയോ? കണ്ട് അണ്ണാ നമ്മൾ ലൈവ് തിരുവരെ കേട്ടല്ലോ. അതെല്ലാരും ഒരുമിച്ചല്ലേ കത്തിപ്പോയത്? എല്ലാരും പോയി. എടാ ഇത് കേറാൻ പറ്റത്തില്ലടാ. മൊത്തം കത്തി പോവാ. മെയിൻ്റെനൻസ് പോയാ. സെർവർ മെയിൻ്റെനൻസ് ആയിരിക്കും. എടാ ഞാൻ ഇനി സെർവറിനെ പറ്റി ഇതിനകത്ത് ഇനി നല്ലത് പറയൂലേ. ഇനി സെർവറിനെ പറ്റി നല്ലത് പറയൂലേ ഗൈസ്. പറഞ്ഞതിന്റെ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ അവസ്ഥ. ഭയങ്കര ഇതായിട്ടുണ്ടല്ലേ. കുപ്പിയുടെ എന്ത് പ്രശ്നം? എന്ത് ഇത്? ഒരാഴ്ചയായിട്ട് ഇത് ഹോസ്റ്റ് സൈഡ് ഒരാഴ്ചയായിട്ട് സെർവറിന് സീനാണ്.